ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഈ ഒരു പാർട്ടിൽ ഔട്ട്ലൈൻ മാത്രമേ ചെയ്യുന്നുള്ളൂ. പിന്നെ ഈ ഒരു ഗ്രിഡ് വരയ്ക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ചെറുതായിട്ടൊന്ന് കാണിച്ചിട്ടുണ്ട് ആദ്യം തന്നെ. അപ്പോൾ കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോയ്ക്ക് അത് പറഞ്ഞിട്ടുണ്ട്. അപ്പം ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി വരയ്ക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ വരച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ വിജയുടെ ആ ഒരു കണ്ണിൻ്റെ ആ ഒരു ഭാഗത്തു നിന്നാണ് വരച്ച് തുടങ്ങിയിരിക്കുന്നത്. അപ്പം ആ ഒരു കണ്ണ് ഏത് കോളത്തിലാണ് വരുന്നെങ്കിൽ ആ കോളം കറക്റ്റായിട്ട് എണ്ണി എടുത്തിട്ട് അവിടെ നിന്ന് വരയ്ക്കാൻ തുടങ്ങുക. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം കണ്ണിൽ നിന്ന് വരയ്ക്കണമെന്നില്ല, ഞാനിപ്പം കണ്ണ് വരച്ച് തുടങ്ങിയത് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് മുടിയുടെ ഭാഗത്ത് നിന്ന് വരച്ച് തുടങ്ങാം, കുഴപ്പമൊന്നുമില്ല. അത് നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് നിങ്ങൾക്ക് ഔട്ട്ലൈൻ ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങൾ വരയ്ക്കുമ്പം HB പെൻസിൽ ഉപയോഗിച്ചിട്ട് വരച്ചാൽ മതി. കാരണം ഔട്ട്ലൈൻ ചെയ്യുമ്പോൾ നമുക്ക് തെറ്റിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം വായിച്ചിട്ട് നമുക്ക് വരയ്ക്കണമെങ്കിൽ അത് HB പെൻസിലായിരിക്കും കുറച്ച് നല്ലത്. പിന്നെ ഇപ്പോൾ ഞാനിവിടെ 2 പെൻസിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കാരണം വേറെ ഒന്നുമല്ല, നിങ്ങൾക്ക് കുറച്ച് തെളിച്ചത്തിൽ കിട്ടാൻ വേണ്ടിയിട്ട്, അതായത് തെളിച്ചത്തിൽ കാണാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പം ഈ ഒരു 2 പെൻസിൽ ഉപയോഗിച്ച് വരയ്ക്കുന്നത്. പിന്നെ ഞാൻ വീണ്ടും വിജയുടെ ഡ്രോയിങ് ഒരു ചാനൽ ചെയ്യുന്നുണ്ട്. കാരണം വേറെ ഒന്നുമല്ല, നമ്മുടെ ഈ ഒരു ചാനലിൽ ഏറ്റവും കൂടുതൽ വർക്കാകുന്ന അല്ലെങ്കിൽ നല്ല വ്യൂ കിട്ടുന്നൊരു ടോപ്പിക് എന്ന് പറയുന്നത് വിജയുടെ ഡ്രോയിങ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് വീണ്ടും ചെയ്യുന്നത്. കാരണം നമ്മളൊരു വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടിയാൽ മാത്രമല്ല നമുക്ക് കാര്യമുള്ളൂ. അതുകൊണ്ടാണ്. അപ്പം ബാക്കിയുള്ള ഡ്രോയിങ്ങെല്ലാം വെറുതെ നമ്മൾ ചെയ്ത് ഇടുക എന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാകുന്നില്ല. പിന്നെ വളരെ ചുരുക്കം ചില ഡ്രോയിങ് മാത്രം ചിലപ്പോൾ റീച്ചൊന്നും വരുന്നുണ്ട്. എന്നാലും വിജയുടെ ഒരു ഡ്രോയിങ് ചെയ്യുന്ന അത്ര ഒന്നും റീച്ചൊന്നും ഒരു വീഡിയോയ്ക്കും കിട്ടാറില്ല. അതിൻ്റെ അകത്ത് ഈ ഒരു ചാനൽ ഏറ്റവും ടോപ്പ് ലെവലിൽ നിൽക്കുന്ന ഒരു ഡ്രോയിങ് എന്ന് പറയുന്നത് തന്നെ വിജയുടെയാണ്. നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഇപ്പം നമ്മൾ ഏതൊരു ഡ്രോ ചെയ്താലും അതിൻ്റെ പിന്നിൽ നല്ലൊരു കഷ്ടപ്പാടുണ്ട്. അപ്പം ഡ്രോയിങ് ചെയ്യുന്നവർക്ക് അത് പ്രത്യേകിച്ച് അറിയാം എത്രത്തോളം ബുദ്ധിമുട്ടിയാണ് നമ്മൾ ഡ്രോ ചെയ്യുക എന്നുള്ള കാര്യം. അപ്പോൾ നമ്മളതുപോലെ ബുദ്ധിമുട്ടി വർക്ക് ചെയ്തിട്ട് നമുക്ക് അതിനെ പ്രത്യേകിച്ച് ഒരു വ്യൂ ഒന്നും ഇല്ലാതെ പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ആ ഒരു ഡ്രോയിങ് ഒന്നും ചെയ്യാൻ തോന്നത്തില്ല. അപ്പം ഇപ്പം ഞാൻ മെയിനായിട്ട് ഇപ്പം വ്യൂ കിട്ടുന്ന ടോപ്പിൽ നോക്കി ചെയ്ത് പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നതൊക്കെ ഞാൻ കാണാറുണ്ട്. അപ്പം അതൊക്കെ ഞാൻ ചെയ്യാറുമുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം ഞാനൊരു പൃഥ്വിരാജിൻ്റെ ഡ്രോ ചെയ്തേക്കുന്നത് അത് ഒരാൾ കമൻറ്റ് ചെയ്ത് ചോദിച്ചിട്ട് ഡ്രോയിങ് ആയിരുന്നു ചെയ്തത്. പക്ഷേ ആ ഒരു ഡ്രോയിങ്ങൊക്കെ നിങ്ങളെടുത്ത് നോക്കുക. ഇപ്പോൾ അതിൻ്റെ അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ശോകമാണ്. അതുപോലെ തന്നെ അതിന് തൊട്ട് മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു മമ്മൂട്ടിയുടെ ഡ്രോയിങ്. അപ്പോൾ അതും ഒരാൾ കമൻറ്റ് ചെയ്ത് ചോദിച്ചിട്ട് ഡ്രോയിങ് ആയിരുന്നു. പക്ഷേ അതിനും ഇപ്പം അങ്ങനെ വലിയ റീച്ചൊന്നും കിട്ടിയില്ല. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണമെങ്കിൽ മാത്രമേ നമുക്ക് കൂടുതലായിട്ടും ഈ ഒരു ചാനൽ ഡ്രോയിങ് നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നതാണെങ്കിൽ കൂടുതലായിട്ട് നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്കിനി ഈ ഡ്രോയിങ്ങിൻ്റെ കാര്യത്തിലേക്ക് വരാം. അപ്പോൾ നമ്മുടെ ഔട്ട്ലൈൻ ഏകദേശം ഫേസിൻ്റെ ഒരു ഭാഗം നമ്മൾ ഏകദേശം കംപ്ലീറ്റ് ആയിട്ട് വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മുടിയുടെ കാര്യങ്ങളൊക്കെ വരയ്ക്കാനുണ്ട്, അതുപോലെ ഡ്രസ്സും വരയ്ക്കാനുണ്ട്.
അപ്പോൾ നമ്മുടെ ഔട്ട്ലൈൻ ഇവിടെ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്യുക. പിന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ആയിട്ടോ മെസ്സേജ് ആയിട്ടോ ചോദിക്കാൻ നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഡ്രോയിങ് പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം. നിങ്ങൾക്ക് യൂസ് ആകുന്ന ഒരുപാട് ഡ്രോയിങ് വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതൊന്ന് കണ്ടിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. പിന്നെ ഞങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടാവില്ല ഡ്രോയിങ് പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാരെ, അപ്പം അവരിലേക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.